എല്ലാ ക്രിയേറ്റേഴ്സിനും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം രഞ്ജിനായിക്കോട്ടെ, അജീഷ് ദാസനാണത് എഴുതിയത്. വിജയശ്വാസിന്റെ ബെസ്റ്റ് പാട്ടുകളിലൊന്ന് നിരഞ്ജ് പാടി. അതെ, ഒരു വേർഷൻ പാടി. ഷാഹിൽ കബീറിനും ഈ പറയുന്ന പപ്പനും ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴാണ് ഈ പാട്ട് വിജയശ്വാസിന്റെ ശബ്ദം നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഉയരുന്നാഥനെ ഉലകിൻ ആദിയെ എന്നുള്ള പാട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അതിങ്ങി വിജയശ്വാസിന്റെ ശബ്ദത്തിൽ കേട്ടാൽ മതി, നമുക്ക് വേറെ മാറ്റം ഉണ്ടാവുന്നത് തോന്നില്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ടുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ശരിക്കും മറ്റേ പാട്ട് പുള്ളി പാടിയാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹം. ഈ പാട്ട് എന്തായാലും വേറെ പുള്ളിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ മറ്റേ പാട്ട് പുള്ളി പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഉയരുന്നാഥനെ. ഉയരുന്നാഥൻ. പക്ഷെ ഞങ്ങള് ആക്ച്വലി ആദ്യം സമീപിച്ചത് കെസ്റ്റർ ചേട്ടനെയാണ്. അപ്പോൾ കെസ്റ്റർ ചേട്ടന് അന്ന് നമുക്ക് അവൈലബിൾ ആയി. അദ്ദേഹത്തിന് ആ സമയത്ത് USA ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ പ്രിലിം സ്റ്റേജിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് വിജയേട്ടൻ എൻ്റർ ആവുന്നതും ആ സിനിമയുടെ ശബ്ദമായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞാൽ ജോസഫ് എന്ന സിനിമയുടെ സംഗീതം എന്ന് പറയുമ്പോൾ വിജയ് യേശുദാസിനെ മറന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ വിജയേട്ടനെ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു ആൽബത്തിന് വേണ്ടി പാടിച്ചിരുന്നു. അപ്പോൾ അത് പാടാൻ വന്ന വിജയേട്ടനോട് പറയായിരുന്നു, എൻ്റെ സംഗതി ഏറ്റവും കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്ന ഗായകൻ വിജയേട്ടനാണ്, വിജയ് യേശുദാസാണ്. എക്സാക്ട് എല്ലാ ഗായകരും മാക്സിമം തന്നിട്ടുണ്ട്. പക്ഷേ അറിയാതെ വരുന്ന ചില സംഗതികളുണ്ട്. ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ അവിടെ കിടക്കുന്ന സംഗതി, സൈക്കോളജിക്കലി കേൾക്കാൻ പറ്റാത്ത സംഗതി എൻ്റെ തലയിൽ ഉണ്ടായിരുന്നിരിക്കും കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഞാൻ പാടി വെച്ചിട്ടുണ്ടാവില്ല. അത് എനിക്ക് വീഴ്ചയിട്ടെന്ന് കിട്ടാറുണ്ട്. അതായത് ഞാൻ പാടാത്തത് എന്നാൽ ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിന് നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ഷെയർ ചെയ്തുള്ളൂ വീഴ്ചയിട്ടിനോട്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പോസിഷന് വളരെ ചേരുന്ന ഒരു ഗായകനെ തന്നെ ആദ്യ സിനിമയിൽ എനിക്ക് മെജോറിറ്റി ഓഫ് സോങ്സും പാടിപ്പിക്കാൻ പറ്റി എന്നുള്ളത് കൂടെ ആ സിനിമയുടെ പാട്ടുകളുടെ വിജയത്തിന്റെ വലിയൊരു ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് മരിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ പാട്ടുകളാണ്, നമുക്ക് എണ്ണം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആര് നീ ആരാര് നീ എന്ന് പറയുന്ന ആരാണ് നീ എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ട് രഞ്ജിൻ. പക്ഷെ ബാലഭാസ്കർ അത് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വരികളാണ്. ആരാണ് നീ എനിക്ക് ഓമലെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഈ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഴയ പാട്ട് കേട്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ, ബാലഭാസ്കറിന്റെ കോമ്പോസിഷൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം അതിനകത്തൊരു ഇത് വരില്ലേ, ഒരു പാട്ട് അതേപോലെ ഉണ്ട്, അതേ വരികൾ തന്നെയാണ്, സിമിലർ ആണ്, കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ, കൂടുതലും ആ വരികൾ തന്നെയാണ്. അതെ അതെ. എന്നാൽ ഇതിന്റെ സത്യം ഞാൻ പറയട്ടെ, സാർ എന്നോട് ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ആ സോങ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പാട്ടാണ്, ഞാൻ ആ സോങ് കേട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ. പക്ഷെ എങ്കിലും എനിക്കിത് ഫ്രഷ് ലിറിക്സ് വായിച്ച് കമ്പോസ് ചെയ്യുന്ന പോലെ ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അത് ലേറ്റർ ആയിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ മിസ് ചെയ്ത് പോയൊരു പാട്ടാണത്. ഉണ്ണിച്ചേട്ടൻ പാടിയതാണ്, ബാലചേട്ടൻ മ്യൂസിക് ചെയ്തതാണ്, വിജയൻ സാറിന് എഴുതിയ വരികളാണ്. അപ്പൊ എന്തായാലും സാർ അത് പറയാതിരുന്നത് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആക്ച്വലി വേറെ തന്നെ വേറൊരു വേയിൽ ചിന്തിക്കാനും വേറൊരു ആംഗിളിൽ അതിനെ അല്ലെങ്കിൽ ആയി പോയേനെ. ഓൾറെഡി വന്ന പാട്ടാണ് എന്നറിയാതെ കേട്ടു നോക്കാൻ തോന്നിയ ചിലപ്പോൾ അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നന്നായി എനിക്ക് തോന്നുന്നു. കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു തോട്ട്സും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഹാപ്പിയാണ്, ആരും നീ കമ്പോസ് ചെയ്തതിൽ ഹാപ്പിയാണ്. അവിടെ ഡെഫിനറ്റ് ആയിട്ടും ബാലുചേട്ടനും ഉണ്ണിച്ചേട്ടനും വിജയൻ സാറുടെയും ഒരു കോമ്പിനേഷനിൽ വളരെ അതിമനോഹരമായ ഒരു പ്രണയഗാനം. അപ്പൊ എനിക്ക് രണ്ടും കമ്പയർ ചെയ്യാനോ അങ്ങനെയൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളും ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്ത ഒരു പാട്ടാണ്, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് രണ്ടിൻ്റെതായ രീതിയിൽ. പക്ഷെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പാട്ടെന്നുള്ള ഒരു ലേബൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ചു രഞ്ജിൻ എങ്ങനെയാണ് അതിൽ ആ കുപ്പിയിലും ഇറങ്ങി അതേ വന്നിട്ടുണ്ട്. ബാലഭാസ്കർ എങ്ങനെയാണോ ആ പാട്ടുകൾ ചെയ്തത് അതേപോലെ രഞ്ജിനും പോയിട്ട് അത് പുള്ളിയുടെ പാട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുക. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ, പുള്ളിയുടെ പാട്ടായിട്ട് ചെയ്തു. എന്തുകൊണ്ട് വെച്ചാൽ ഇവരൊക്കെ ചെറുപ്പം തൊട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാ, വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ ഓർമ്മയ്ക്കായും ആദ്യമായും നിനക്കായും സ്വന്തം നോവലും അതിലെ പാട്ടുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എഞ്ഞിനക്കിളിയുടെ നൊമ്പരഗാനം കേട്ടൊക്കെ ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ കാരണം. ആ കുപ്പിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ തലച്ചോറിൽ കിടപ്പുണ്ട്, അതായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നത്. ഈ ഗായകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതായിരുന്നു അമ്മയ്ക്കും ആഗ്രഹമുള്ളത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോൾ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു
ഡെപ്തുള്ള നോളജുള്ള ഒരാളായിട്ട് നമുക്ക് സമൂഹം പരിഗണിക്കുകയും ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു പരിഗണന കിട്ടും. പക്ഷേ ഒരു ഗായകന് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും അവസ്ഥയിൽ രഞ്ജിൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്, പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഏരിയയിലാണ്. കൂടുതൽ ഡെപ്ത് കിട്ടുന്നതില്ലെങ്കിൽ ആൾക്കാർ ബഹുമാനിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കും. പക്ഷെ മറ്റേ ആൾക്കാണ് എക്സ്പോഷർ കൂടുതൽ കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇത് എങ്ങനെയാണ് രഞ്ജിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്? എനിക്ക് ഈ ഗായകൻ എന്നുള്ള എക്സ്പോഷർ അങ്ങനെ അതിൽ ഞാൻ ഫാസിനേറ്റഡ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് കൊണ്ടുപോയിട്ട് അങ്ങനെ ആവണമെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. അമ്മയോടാണെങ്കിലും ഞാൻ പറഞ്ഞുള്ളത് കമ്പോസർ ആവണം തന്നെയാണ്. അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ മ്യൂസിക് കമ്പോസർ ആവുമെന്ന്. അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഗായകനായിട്ട് മാത്രം ഒതുങ്ങുന്ന ആളല്ലെന്ന് അമ്മയ്ക്ക് അറിയാം. പിന്നെ എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും എൻ്റെ ലക്ഷ്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് പോകുന്ന ഒരു പരിപാടി ആയിരുന്നു എന്നുള്ള കാര്യം എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഗായകൻ എന്ന നിലയിലുള്ള ഈ പറഞ്ഞ എക്സ്പോഷറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എൻ്റെ ചിന്തയിൽ എപ്പോഴും ഈ ആസ് എ മ്യൂസിക് കമ്പോസർ എന്തെല്ലാം നോളജ്, ടെക്നിക്കലി എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്നുള്ള ആഗ്രഹങ്ങൾ എപ്പോഴൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ലോജിക്കലായിരിക്കും വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. 10-15 വർഷം മുന്നേ കഥ ഞാൻ പറയുന്നത്. ടോൺസ് എങ്ങനെയാണ് ഇവർ വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ബേസ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രോഗ്രാമേഴ്സ് ഫ്രണ്ട്സ് എനിക്ക് ഒരുപാടുണ്ട്. ഇവർ പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കിയിരിക്കലാണ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ തുടക്കം. അതാണ് ഇവർ അത് നോക്കിയിരിക്കലാണ് എൻ്റെ ഒരു പരിപാടി. ഒരു 15 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 16 കൊല്ലം മുന്നേ ഉള്ളൊരു സമയം. എൻ്റെ ഉള്ളിൽ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ തൊടാത്ത, പഠിക്കാത്തത് എന്താണ് എന്നുള്ള ത്രൈവാണ് ഓൾവേസ് ഓണായിട്ട് ഇരുന്നിരിക്കുന്നത്. അത് തനിയെ സംഭവിച്ചിരിക്കുന്നതുമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്തു. കാരണം എൻ്റെ ആഗ്രഹം മ്യൂസിക് ഡയറക്ടർ ആവണം തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 100% ഹാർഡ് കോറായിട്ട് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും ആയി കാണണമെന്ന് എന്നെ തന്നെ ആഗ്രഹിച്ചതൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെയാണ്. ഈ ഗായകരൊക്കെ വന്ന് പാടുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വേണം. അപ്പം അത് തന്നെ എടുക്കണമെന്ന് വാശി പിടിക്കുമോ? അതേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ലൂസ് ചെയ്ത് വിട്ടാൽ ചിലപ്പോൾ നമ്മൾ വേറെ ചില ഒരു ഇത് കിട്ടും. അപ്പം ഏതിനാണ് കൂടുതൽ ശ്രമിക്കുക? ഇപ്പം നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് തന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമോ? അവരുടെ കൂടെ ഒരു മിക്സർ നമ്മൾ എടുക്കാൻ ശ്രമിക്കുമോ? എന്തായിരിക്കും? ഇല്ല, ഞാൻ ആക്ച്വലി കമ്പോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. പാൽനിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ട് സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടിയ നല്ല പാട്ടാണ്. നല്ല രസം. അതെ, എനിക്ക് തോന്നുന്നു സിത്താര 10, 14, 15 മണിക്കൂറോളം ആ പാട്ട് 2 ദിവസങ്ങളിലായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ അത്രയും എഫേർട്ട് സിത്താര ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എക്സാക്റ്റ് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ വിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞ രാത്രി ഞാൻ സിത്താരയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ വൈകുന്നേരം ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. കാരണം എനിക്ക് ഞാൻ ഏതോ റെക്കോർഡിങ്ങിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് റെക്കോർഡിങ്സിന് പോകുമ്പോഴും പല സമയങ്ങളിലും ഞാൻ ഇത് ആലോചിക്കും. സിത്താര അന്ന് തന്ന ഒരു ഡെഡിക്കേഷൻ. കാരണം 2 ദിവസങ്ങൾ ഇത്രയും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ഞാൻ സിത്താരയോട് ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സിത്താര എനിക്ക് വേണ്ടത് ഒരു ഡിസ്ട്രിക്റ്റിൽ കലോത്സവത്തിൽ ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി, ഇനി സ്റ്റേറ്റിൽ വന്ന് പാടുന്നു, അത്രേ ഉള്ളൂ, അങ്ങനെ നിന്ന് പാടിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ആ സൈക്കോളജിയാണ് സിത്താരയുടെ നിന്ന് വേണ്ടിയിരുന്നത്, ആ പാട്ടിലുള്ള അപ്രോച്ച്. അത് സിത്താര തന്നിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കമ്പോസിഷൻ എക്സാക്റ്റായിട്ട് പഠിച്ച ശേഷം അവർ തരുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവും. അതാണ് എനിക്ക് ആവശ്യം. അല്ലാതെ എൻ്റെ ഞാൻ ചെയ്തു വെച്ച സോൾ എന്താണെന്ന് കേട്ട് വെറുതെ കേൾക്കലല്ല, അത് മനസ്സറിഞ്ഞ് കേൾക്കാതെ അവരുടെ ഇൻപുട്ട് എനിക്ക് വേണ്ട. എൻ്റെ എക്സാക്ട് പരിപാടി മനസ്സിലാക്കിയ ശേഷം അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും അവരുടെ ഇൻപുട്ടൊക്കെ. അതാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ ട്രൈ ചെയ്യാറ്. അങ്ങനെയാണ് എനിക്ക് ഇതുവരെ ഒരു 95% കിട്ടിയിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്ഥലങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി അതിന് ഞാൻ എന്നെ തന്നെ അനുവദിക്കാറില്ല. ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാറില്ല. ആ സീറ്റ് രഞ്ജിൻ്റെതാണ്, അവിടെ തന്നെ ഇരുന്നോളൂ.